ഇന്ത്യയും കൂടി ഇല്ല. ഞാനും നല്ല വിശേഷം. നല്ല വിശേഷം, സുഖം. അതെ അതെ, കിളിക്കാറ്റ് എന്ന് പറഞ്ഞ ചെറിയ കുഞ്ഞു മൂവീൻ്റെ ഒരു ഭാഗമാകാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. എന്താ വയ്യാണ്ടിരിക്കണം, ആ സമയത്ത് പോലും ഇപ്പം ഇങ്ങോട്ടേക്ക് വരാൻ പറ്റിയത് കുറേ എന്താണ് മുന്നേ വർക്ക് ചെയ്തവരുടെ കൂടെ ഒക്കെ ഇരിക്കാനൊക്കെ പറ്റി. സന്തോഷം. വിവാഹശേഷമുള്ള ജീവിതമൊക്കെ എങ്ങനെയാണ്? അതെ, ജീവിക്കാൻ തുടങ്ങിയിട്ടില്ല, അതാണ് സത്യം. രണ്ട് മീറ്റിംഗ് പത്തനംതിട്ട ഷൂട്ട് ഉണ്ട്, അത് കഴിഞ്ഞപ്പോൾ ഒരു മീറ്റിങ്ങിന് പോയിട്ടുണ്ട്. വിവാഹത്തിന് ശേഷമുള്ള സോഷ്യൽ മീഡിയയിലുള്ള വീഡിയോസും ഇതൊക്കെ കണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിലൊക്കെ വന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നു. ഞാൻ ഇപ്പോൾ ശ്രദ്ധിക്കുന്നില്ല, എനിക്ക് ടെൻഷൻ കയറി. അത് ടെൻഷൻ അടിച്ചിട്ടാണെന്നോ അറിയില്ല, ഇപ്പം മറ്റേ കടല വെള്ളത്തിലിട്ട അവസ്ഥയായി വീർത്തിട്ട്. അത് കഴിച്ചിട്ടല്ല, ടെൻഷൻ അടിച്ചിട്ടാ. എങ്ങനെയാണ് ഇപ്പോൾ പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോൾ ആൾക്കാരുടെ ഒരു പ്രതികരണമൊക്കെ എങ്ങനെയാണ്? ഇപ്പോൾ അറിഞ്ഞതിലും കൂടുതൽ അറിയുന്നുണ്ടല്ലോ. അത് സത്യമായാലും അതല്ല, സത്യം പറഞ്ഞത് ഇല്ലാത്ത കഥകൾ ഇപ്പം അവർ ഏത് രീതിയിലാണ് നമ്മൾ കാണുന്നതെന്ന് അറിഞ്ഞൂടാ, എന്തായാലും തിരിച്ചറിയുന്നുണ്ട്. സുഖം. കണ്ണൂർ പോയോ? ഇല്ല പോയില്ല. ഞാൻ കണ്ണൂർ ഒരു വീടായി വിശ്വസിച്ചത്. കണ്ണൂര് കല്യാണം കഴിഞ്ഞപ്പോൾ തന്നെ സർപ്രൈസ് ഒരുക്കി ക്രിസ്. എവിടാ വീടൊന്നും ഇല്ല, ചുമ്മാ അങ്ങോട്ട് ന്യൂസിൽ ഇങ്ങനെയൊക്കെ വന്ന് കിടക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കണ്ടില്ല, കൊട്ടാരം കണ്ടില്ലേ? പിന്നെ ക്രിസിൻ്റെ അച്ഛൻ മരുമകൾക്ക് സമ്മാനം, അത് വലിയ ബംഗ്ലാവാണ്. അയ്യോ, സമ്മതം നല്ല ഭംഗിയുണ്ട്, സൂപ്പറായിട്ടാ. ഇതെങ്ങനെയാ എവിടുന്നാ ആരോ വീടെടുത്ത്? സൂപ്പർ വീടൊക്കെ കാണാൻ സൂപ്പർ, ന്യൂസൊക്കെ സൂപ്പറാണ്. യാത്ര വന്നാൽ ഇപ്പം നമ്മളവിടെ ഹൈദരാബാദ് മാത്രമേ, അത് ഏതൊരു ക്ലാസ് ഉണ്ടായിരുന്നു, അപ്പം അങ്ങനെ പോയതാണ്. ടൂറ് എന്നൊന്നും പറയില്ല, ക്ലാസ്സിന് പോയി പിന്നെ തിരിച്ച് വൈകുന്നേരം കുറച്ച് സമയം ഒന്ന് കറങ്ങും, അത്രയേ ഉള്ളൂ.